ഫിസ്മോളെ, റമദാനൊക്കെ അവസാനിക്കാൻ പോവല്ലേടാ. ഈ റമദാനിൻ്റെ അവസാന സമയത്തെ ഒരു കൊച്ചു സൂറത്ത് മനസ്സറിഞ്ഞോതിയാൽ അള്ളാഹു നമുക്ക് ഐശ്വര്യം തരും, സമ്പത്തിൽ അഭിവൃദ്ധി തരും. ഒരുപാട് ആൾക്കാർ ദാരിദ്ര്യം കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അള്ളാഹു അവർക്കൊക്കെ വല്ലാത്തൊരു സമാധാനം കൊടുക്കും. ഏതാ സൂറത്ത് നമുക്ക് പഠിച്ചാലോ? റെഡിയാണോ? ഇൻഷാ അല്ലാ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യ റമദാൻ മാസമാണ് അല്ലേ. റമദാൻ ഇങ്ങനെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഫിസ്മോൾ നോമ്പ് പിടിച്ചായിരുന്നോ? എത്ര നോമ്പ് പിടിച്ച്? സ്കൂളില്ലാത്ത സമയത്ത് പിടിക്കുന്നു. സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇപ്പോൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ റമദാൻ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയുള്ള രാത്രിയാണ്. പ്രത്യേകിച്ച് ഇന്ന് വരുന്ന രാത്രി ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കണ്ടേ നമ്മൾ? ഈ രാവ് മുതൽ ഒരു ചെറിയ സൂറത്തുണ്ട്. മനസ്സറിന് നിങ്ങൾ ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരും, ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചോൻ കാവൽ തരും. ഏതാ സൂറത്തെന്ന് പഠിച്ചാലോ? റെഡിയാണോ? അപ്പോൾ ഫിസ്മോള് കുറേ ദിവസമായിട്ട് ചാനലിലൊന്നും വരുന്നില്ല എന്നുള്ള സങ്കടം കുറേ ആളുകൾ പറഞ്ഞു. അങ്ങനെ ആ സങ്കടം തീർക്കാൻ വന്നതാണ് ഞങ്ങൾ. ഇല്ലടാ, ഇത് എന്താ വരാഞ്ഞു ഫിസ്മോള് കുറേ ദിവസമായിട്ട്? ബിസിയായിരുന്നു. സ്കൂളുള്ളത് കൊണ്ടാണ്. എന്തെന്നാണ് നിനക്ക്? അപ്പോൾ നോക്ക്, നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാനായിട്ട് നമ്മൾ ഡെയിലി 5 വഖത്ത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കണം. കറക്റ്റായിട്ട് നിസ്കരിക്കൂലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ 5 വഖത്ത് നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കണം. വളരെയധികം പ്രാധാന്യത്തോടെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിസ്കരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് 5 വഖത്ത് നിസ്കരിക്കണ വീട്ടിൽ ഒരു സമാധാനക്കേടുണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും വലിയ ദാരിദ്ര്യം മനസ്സിനകത്താട്ടോ വേണ്ടത്. ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും സമാധാനത്തോടെ ജീവിച്ചാൽ ലൈഫ് സെറ്റാണ്. ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. എന്താണ് ഹാപ്പിനെസ് ഈസ്? പീസ്. എന്താണ്? പീസ്. സമാധാനമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. സമാധാനം ഇല്ലാണ്ട് എന്തോരം പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ സമാധാനം നിങ്ങൾക്ക് തരണമെങ്കിൽ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ തരണമെങ്കിൽ ഫസ്റ്റ് തന്നെ 5 വഖത്ത് നിസ്കാരം പക്കയായിരിക്കണം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ ഫിസ്മോളെ? 5 വഖത്ത് നിസ്കാരം ക്ലിയർ ആക്കണ്ടേ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങരുത്. സുബഹി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ പടച്ചോനെ തൊട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഫിസ്മോൾ ഉറങ്ങുമോ സുബഹി കഴിഞ്ഞിട്ട്? പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് അല്ലേ പ്രശ്നങ്ങളൊക്കെ ഇല്ല ഇല്ലേടാ. എന്നാൽ വലിയ ആളുകളൊക്കെ ഉറങ്ങാൻ പാടുണ്ടോ? ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ഫിസ്മോളും ഇൻഷാ അല്ലാ നേരത്തൊക്കെ കിടന്നിട്ട് സുബഹി നിസ്കരിച്ചാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല അല്ലേ. അപ്പോൾ സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ് കുടുംബത്തിൽ ദാരിദ്ര്യം തരുള്ളൂ. ഇനി പൈസ ഉണ്ടെങ്കിൽ തന്നെ സമാധാനം ഉണ്ടാവും അവിടെ? ഇല്ല. അപ്പോൾ സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കണത് വരെ ഉറങ്ങരുത്. ആ സമയത്ത് പടച്ചോൻ ബറക്കത്തൊക്കെ ഇറക്കണം, ഐശ്വര്യം ഇറക്കണ സമയം. ആ സമയത്ത് നമ്മളെങ്ങനെ ഉറങ്ങുക? പിന്നെ എങ്ങനെ സമാധാനം കിട്ടുക അല്ലേ? ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു ചെറിയ സൂറത്തുണ്ട്. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസേ ഒരു മനുഷ്യനിങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് സങ്കടം പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എൻ്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, പൈസയൊന്നുമില്ല നബിയെ, എന്തോരം കച്ചവടം ചെയ്തിട്ടും കയ്യിൽ നിൽക്കണില്ല അല്ലേ. ചില ആൾക്കാർ അങ്ങനെ പറയില്ല ഫിസ്മോളെ, ഭയങ്കര പ്രയാസമാണെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്, നീ നിൻ്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സലാം പറയണം. വീട്ടിലേക്ക് നമ്മൾ വലത്തേക്കാലെടുത്ത് വെച്ചിട്ട് എന്ത് പറയണം? ആദ്യം സലാം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയണം അല്ലേ. ഇപ്പോൾ ഫിസ്മോള് വീട്ടിലേക്ക് വരികയാണെങ്കിൽ വലത്തേക്കാലെടുത്ത് വെച്ചിട്ട് വാപ്പീനോടും ഉമ്മീനോടും ബൂബുവിനോടൊക്കെ എന്ത് പറയണം? സലാം പറയണം. ഇനി ആരും ഇല്ലാത്ത വീട്ടിലേക്കാണ് വന്നെങ്കിലോ? ഇപ്പോൾ നമ്മൾ വാപ്പി ഉമ്മയും എല്ലാവരും പുറത്തു പോയി, ഫിസ്മോൾ ഇങ്ങനെ ഡോറ് തുറന്നിട്ട് ഫസ്റ്റ് ഫിസ്മോളാണ് കയറുന്നത്. അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ സലാം പറയും? അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പോൾ അങ്ങനെ സലാം പറയണത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മുത്തുനബി പറയാണ്, നിങ്ങൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഓതുക. ഏതാടാ ഇഖ്ലാസ് സൂറത്ത്? മാഷാ അല്ലാഹ്. ഒന്ന് ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലേ, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്
അള്ളാഹു നിരാശ്രയനാണ്. നിരാശ്രയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വിസ്മോക്ക്? ഇല്ല. അള്ളാഹുവിന് ഒരാളുടെ ഹെൽപ്പ് വേണ്ട. ആരുടെ ഹെൽപ്പ് വേണം? ആരുടെങ്കിലും. പക്ഷെ നമുക്കെല്ലാം ആരുടെ ഹെൽപ്പ് വേണം? അള്ളാഹിൻ്റെ ഹെൽപ്പ് വേണം. ലം യലിദ് വലം യൂലദ്. അള്ളാഹ് ആരും അള്ളാഹിനെ പ്രസവിച്ചതല്ല, അള്ളാഹ് ആരെയും പ്രസവിച്ചിട്ടുമില്ല അല്ലേ? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹിനെ പോലെ ഒന്നുമില്ല, അള്ളാഹിനെ പോലെ ഒന്നുമില്ല. അപ്പോൾ ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ലഭിക്കുന്ന സ്വഹാബിക്ക് ആരെ പഠിപ്പിച്ചു കൊടുക്കണേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി അതുപോലെ ചെയ്തിട്ടോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിന്നെ ഭയങ്കര ബർക്കത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യമൊക്കെ പോയി. അപ്പോൾ ഫിസ്മോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സലാമൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്ത് ചെയ്യണം? ഓതണം. ഓതൂലേ? ഇനി മുതൽ കറക്റ്റായിട്ട് ഓതോ. അപ്പോൾ ഇന്നത്തെ രാത്രി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട്. ഇത് നമ്മുടെ രാത്രി, ഈ പരിശുദ്ധ റമദാനിലെ രാത്രിയിൽ ഇന്ന് മഗ്‌രിബിന് ശേഷം 3 തവണ, ഇശാഇന് ശേഷം 3 തവണ, അങ്ങനെ എല്ലാ നിസ്കാരത്തിന് ശേഷവും 3 തവണ പതിവാക്കി നോക്കിക്കേ. ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇനി ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കാവലൊക്കെ കിട്ടണമെങ്കിൽ ഒരു ബോധ്യം വേണോടാ. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരെ ഏൽപ്പിക്കണം? അള്ളാഹ്. ആരെ ഏൽപ്പിക്കണം? കാരണം അല്ലാഹു സ്വമദ്, നിരാശ്രയനാണവൻ. നമുക്ക് ഒരുപാട് ആളുകളുടെ സഹായം വേണോ അല്ലേ? എന്നാൽ അള്ളാഹ് മതി, എനിക്ക് പടച്ചോൻ മതി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ വേണം എന്ത് ഓതാൻ? സൂറത്തുൽ ഇഖ്ലാസ് ഓതാനായിട്ട്. അപ്പോൾ നമ്മൾ തവക്കുലിൻ്റെ മനസ്സോടുകൂടെ ഇന്നു മുതൽ കൃത്യമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തരും. ആരാ പഠിപ്പിക്കണത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഫിസ്മോൾ ഇന്ന് മുതൽ ഓതോ എല്ലാവരോടും ഓതണം എന്ന് പറഞ്ഞേ. അപ്പോൾ റമദാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.